കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ചെറുപയർ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ചെറുപയറിൻ്റെ ഇങ്ങനെ അത് അതിൻ്റെ തൊലി മാറ്റിയ ചെറുപയറാണ്. അത് നമ്മൾ 1 കപ്പ് എടുക്കണം. അത് നമ്മൾ എടുത്തിട്ട് കൂട്ടുകാരെ, അത് നമ്മൾ ഒരു പാനിലിട്ടിട്ട് അത് വറുത്തെടുക്കണം. നല്ല ചുമക്കുന്നിടം വരെ നമ്മളത് വറുത്തെടുക്കണം. ഒത്തിരി ചുമന്ന് പോകണ്ട. ഇതിൻ്റെ ഒന്ന് മൂക്കണം ഈ പരിപ്പ്. അതിന് ശേഷം നമുക്കത് ഇതിനെ കഴുകിയിട്ട് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് മൂക്കട്ടെ. ഓക്കെ. അതേസമയം തന്നെ നമ്മൾ ശർക്കര ഒരു 1.25 ഒരു വലിയ ഉണ്ടയും 1/4 ഇതും കൂടെ ഞാൻ കുറച്ച് വെള്ളത്തിലൊഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഇത് വേവിച്ച് വെച്ച ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ആ വറുത്തത് നമ്മൾ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് അത് ഒരു 3 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിക്കണം. ഈ കുക്കറിലിപ്പോൾ 2 വിസിൽ കേട്ടു. ഇനി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചൂടാറിയതിന് ശേഷം നമ്മൾ അത് തുറന്നപ്പോൾ നല്ലതായിട്ട് വെള്ളമെല്ലാം വറ്റി വെന്തിരിപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കര അരച്ചൂറ്റിയ ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇതിനകത്ത് നമ്മൾ ശർക്കര ഇളക്കി കൊടുക്കണം ഇതിനകത്തോട്ട്. ഇനി അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇട്ടിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് തേങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത്, പിന്നെ 2-3 കശുവണ്ടി, പിന്നെ മുന്തിരി, ഇത്രയും ഒന്ന് വഴറ്റണം. ഒന്ന് വറുത്ത് നമ്മൾ പായസത്തിലിടണം. നമുക്ക് ആ തേങ്ങക്കൊത്ത് ആദ്യം വഴറ്റിയെടുക്കണം. ഒന്ന് ചുവന്നതിന് ശേഷം കശുവണ്ടി, മുന്തിരിപ്പരിപ്പ് ഇടാം. അപ്പോൾ നമ്മുടെ ആ തേങ്ങ ഒന്ന് ചുവന്ന് വഴന്ന് വന്നപ്പോൾ നമുക്കിനിയും കശുവണ്ടി ഇടാം. കശുവണ്ടി അത് ഈ കശുവണ്ടി അത് വറുത്തെടുക്കണം. അത് വറുത്തതിന് ശേഷം നമുക്ക് മുന്തിരി ഇടാം. അതൊന്ന് വഴന്ന് വന്നപ്പം നമുക്ക് ആ മുന്തിരി ബാക്കിയുള്ളതിടാം. ഉണക്കമുന്തിരി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കണം. നല്ല മണമാണ് ഈ നെയ്യിൽ. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ പ്രത്യേകതരം മണമാണ്. ഇപ്പോൾ അതെല്ലാം വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം നമുക്കത്. ഇനി നമുക്ക് കുറച്ച് ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കട്ടിക്ക് 1/4 പാലങ്ങ് എടുക്കണം. കലക്കി 1/4 പാൽ എടുത്തിട്ട് നമ്മൾ അത് നമ്മുടെ ഈ പായസത്തിനകത്തേക്ക് ഒഴിക്കണം. പായസത്തിൻ്റെ തീ ഓൾറെഡി നമ്മൾ നിർത്തിയിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം ചൂടോടുകൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. അല്ല, നിങ്ങൾ പാൽപ്പൊടി അല്ല, അതായത് ഈ കോക്കനട്ട് മിൽക്കല്ല, പിന്നെ തേങ്ങ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ 2/2 പാൽ വേണം ഈ നമ്മുടെ ഈ പയർ വേവിക്കാൻ. ഞാനിതിപ്പം ഇങ്ങനെ കോക്കനട്ട് മിൽക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാനത് ഇതിലേക്കങ്ങ് ഒഴിച്ചു. ഇങ്ങനെ ഒന്ന് നല്ല കട്ടിക്കെടുത്ത് ഒഴിച്ചു. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലേശം ഒരു പിഞ്ച് ഉപ്പ് അത് ചേർക്കാൻ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ചേർക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് ഒന്ന് ഇളക്കാം.
ആക്കി കഴിയുമ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇടാൻ പോവുക. എന്നിട്ട് അത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുക. ഒരു പ്രത്യേക മണം അത് ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴേ പായസത്തിന്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി നല്ല ഒന്നാന്തരം പായസം. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് അഭിപ്രായം അറിയിക്കണം. പിന്നെ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാം എൻ്റെ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ ഈ ചെറുപയർ പായസം സ്പോൺസർ ചെയ്യുന്നു. ബൈ.